ഇതിനിപ്പോൾ പുറത്തുവരുന്നൊരു വാർത്ത എസ് സുരേഷ് ഈ പെരിങ്ങമല ബാങ്കിൽ 43 ലക്ഷം രൂപ അടക്കാൻ വേണ്ടി സഹകരണ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. അങ്ങനെ ആ സംഘത്തിലെ വലിയ അഴിമതി 2011 സംഘം അടച്ചുപോവുകയാണ് ചെയ്തത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പണമടക്കണം എന്നാണ് ഇപ്പോൾ ഉത്തരവ് വന്നത്. അതായത് ഈ പെരിങ്ങമല സഹകരണ സംഘം അഴിമതിയിൽ BJP നേതാവ് അഡ്വക്കേറ്റ് സുരേഷിനെതിരെ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലേക്ക് 43 ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് മാധ്യമങ്ങളിൽ കണ്ടു. കമിഴ്ന്ന് വീണാൽ കാൽപ്പനം എന്നതാണ് കേരളത്തിലെ BJP നേതാക്കന്മാരുടെ ആയിട്ടുള്ള ചിലരുടെ ഇപ്പോഴത്തെ ശൈലി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയും. ഇതിനേക്കാളൊക്കെ എത്രയോ ഗുരുതരമാണ് 2-3 ജീവൻ എടുത്തത്. 2-3 പേരുടെ ജീവൻ അവസാനിപ്പിച്ചത് ഇതിനേക്കാളൊക്കെ എത്രയോ ഗൗരവമുള്ള വിഷയമാണ്. എൻ്റെ മണ്ഡലമാണ് ഈ ആനന്ദിൻ്റെ വീടെന്ന് പറയുന്നത്. എനിക്ക് ആ വീട്ടിൽ ചെന്ന് ആ കൂട്ടരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മനസ്സെങ്കിലും ഉണ്ടായി. അവരുടെ ഭാര്യയെ കാണാൻ വേണ്ടി പറ്റിയില്ല, കണ്ടു. പക്ഷേ അവർ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തമായിട്ട് ഓർമ്മയില്ലാതെ ആനന്ദിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന എനിക്ക് പേടി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മക്കളെ കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോയി. എൻ്റെ മനസ്സാക്ഷി വളരെ വേദനിച്ചു ഇത് ആ കാഴ്ച കണ്ടപ്പോൾ. എൻ്റെ മനസ്സാക്ഷിക്ക് ആ വേദന ഉണ്ടായി. പക്ഷേ RSSൻ്റെ കഴുതം കണ്ണുമായിട്ട് നടക്കുന്ന സുരേഷിനെ പോലുള്ള ആൾക്കാർക്ക് സന്തോഷമാണ്. ഒരു ദുഃഖവും ആ കാര്യത്തിലില്ല എന്നുള്ളതാണ്. എന്താ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒന്നുകൂടെ പറയൂ. അതൊരു മതസൗഹാർദ്ദമായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല. ഞാൻ പിന്നെ മനസ്സിലാക്കിയിട്ട് നാളെ മറ്റോ പറയാം. പിന്നെ ഒരു 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ CPM ടാർഗറ്റ് ചെയ്യുന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രധാന ആരോപണം. ഞങ്ങൾ CPM ടാർഗറ്റ് ചെയ്യേണ്ട കാര്യം എന്തെന്ന് ഞാനും നിങ്ങളും വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് ചേർക്കേണ്ട കടമ നമ്മുടെ കടമയപ്പെട്ടത്. ഞങ്ങളെല്ലാം നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരുണ്ടാകുന്നത്. ഞാൻ പഞ്ചായത്ത് മത്സരിച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ മത്സരിച്ചിട്ടുണ്ട്, അസംബ്ലി മത്സരിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം ആദ്യം നോക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിലെ പേരുണ്ടാകുന്നുള്ളതാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല ഇല്ലാതെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതിന് വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്താ? അല്ല, അതൊന്നും CPMൻ്റെ ആഫീസിലല്ലോ ചെയ്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിയമാനുസരണമായിരിക്കും. നിയമാനുസരണം അല്ലെങ്കിൽ അവർ അതിനെതിരായിട്ട് നടപടി സ്വീകരിക്കണം. വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കേണ്ടതിൻ്റെ ചുമതലയൊന്നും CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കോ ഇല്ല. അതെല്ലാം പിന്നെ വോട്ടർമാരുടെ ജോലിയിൽപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പുതിയ പരിഷ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 ഫാറം കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ പൂരിപ്പിച്ച് കൊടുക്കുകയും പിന്നെ ഫോട്ടോ എടുക്കാൻ കൊടുക്കേണ്ട ചുമതല എൻ്റെ ചുമതല. കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടാവില്ല. അത്ര തന്നെ. പിന്നെ അത് ഞാൻ കോൺഗ്രസ്സുകാരാണ് വെട്ടിക്കളഞ്ഞതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹിമാലയ മണ്ഡലം കാണിച്ചിട്ട് സഹതാപതരംഗത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാൻ വേണ്ടി പോകുന്നു? വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് പേരുണ്ടാവണം, മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള സാമാന്യം പിന്നെ വിവരം പോലും മനസ്സിലാക്കാത്ത ഒരാളാണ് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒന്നും എതിർപ്പാറ്റ് മാത്രമേ തോന്നാൻ കാര്യം സാധ്യമാണ്.